കേരളത്തോട് കേന്ദ്രം ചെയ്ത അവഗണനകൾ നമുക്ക് എണ്ണി പറയേണ്ടതുണ്ട്, എണ്ണി ചോദിക്കേണ്ടതുണ്ട്. കാരണം അത്രമാത്രം കേരളത്തെ അവർ അവഗണിച്ചിട്ടുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി എത്തുമ്പോൾ നമുക്ക് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്നത്. 2025-2026 കേരളത്തിന് കടമെടുപ്പ് പരിധി എത്രയാണ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമോ? അത് 42,814 കോടി രൂപയാണ്. ഈ 42,814 കോടി എന്ന് പറയുന്നത് നമ്മുടെ ആഭ്യന്തര വരുമാനത്തിന്റെ 3% ഓരോ സംസ്ഥാനത്തിനും കടമെടുക്കാം എന്നത് പ്രകാരമാണ് ആ തുക നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമുക്ക് ആകെ അനുവദിച്ചത് ഡിസംബർ വരെ 29,529 കോടി രൂപ മാത്രമായിരുന്നു. അത് മാത്രമല്ല, ഈ 2026 നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ 5,944 കോടി രൂപ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. അതായത് ഇപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ളത് 6,572 കോടി രൂപ മാത്രമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്കുണ്ടാകുന്ന അടുത്ത വലിയ നഷ്ടം എന്ന് പറയുന്നത് അത് GST നിരക്ക് പരിഷ്കരണമാണ്. നമ്മുടെ നഷ്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 10,000 കോടി രൂപയാണ്. കേന്ദ്രം നൽകുന്ന നഷ്ടപരിഹാരം അത് നീട്ടണമെന്ന് സംസ്ഥാനങ്ങൾ പലവട്ടം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ മുഖം തിരിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയും മറ്റുള്ളവരും. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം കിഫ്ബി വായ്പ എന്തിന് കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് കാണുന്ന വികസന കുതിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനം എന്ന് പറയുന്നത് അത് കിഫ്ബിയാണ്. കിഫ്ബിയുടെ കയ്യൊപ്പ് പതിയാത്ത ഒരു മേഖലയും ഇന്ന് നമ്മുടെ സംസ്ഥാനത്തില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. പക്ഷേ ബജറ്റിന് പുറത്തുള്ള ആ കടമെടുപ്പ് സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി വെട്ടിക്കുറച്ച് നമ്മുടെ വികസനത്തെ, നമ്മുടെ മുന്നോട്ട് പോക്കിനെ തടയുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ കേന്ദ്രം ഈ പരിപാടി ചെയ്യുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലതാനും. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ഇനി കേന്ദ്ര വിഹിതത്തിന്റെ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് ലഭിക്കാനുള്ള കേന്ദ്ര വിഹിതം എത്രയാണെന്ന് നോക്കാം. 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് നമുക്ക് ലഭിച്ചിരുന്നത് 3.94% കേന്ദ്ര നികുതി വിഹിതം എന്ന് പറയുന്നത്, ഏകദേശം 4%. ഇപ്പോൾ ഇതാ 15ാം കമ്മീഷന്റെ കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് കിട്ടുന്നത് എത്രയാണ്? വെറും 1.92% മാത്രമായി നമ്മുടെ കേന്ദ്ര വിഹിതം കുറഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഓർക്കുക, 10ൽ നിന്ന് 15ാം കമ്മീഷന്റെ കാലത്തേക്ക് എത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടമെന്ന് പറയുന്നത് 2% മുകളിലാണ് കേന്ദ്ര നികുതി വിഹിതത്തിൽ. ഇനി 2024-25 സാമ്പത്തിക വർഷം എടുക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ആകെ വരുമാനം എന്ന് പറയുന്നത് 1,39,000 കോടി രൂപയാണ്. സംസ്ഥാനം അതിൽ സ്വന്തം നിലയിൽ കണ്ടെത്തിയത് 1,03,000 കോടി രൂപയാണ്. കേന്ദ്രം നൽകിയത് വെറും 35,415 കോടി മാത്രം. അതായത് കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത് 26% മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന കേന്ദ്ര വിഹിതം നമുക്കൊന്ന് പരിശോധിക്കാം. അത് എത്രയാണെന്ന്. ഉത്തർപ്രദേശിന് കേന്ദ്രം നൽകുന്ന വിഹിതം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? 54%. അതായത് വെറും 46% മാത്രം അവർക്ക് സ്വന്തം നിലയ്ക്ക് കണ്ടെത്തിയാൽ മതി. ഇനി ആ ശതമാനം അങ്ങനെ കണ്ടെത്തി ഇത്രയും പണം അവർക്ക് കൊടുത്തിട്ട് ആ സംസ്ഥാനം വികസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, UP എവിടെ നിൽക്കുന്നു എന്ന്. ഇനി BJP ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനമായ മധ്യപ്രദേശ് എത്രയാണെന്ന് അറിയാമോ കേന്ദ്ര വിഹിതം? 55% കേന്ദ്രം കൊടുക്കുന്ന വിഹിതം എന്ന് പറയുന്നത്. അസമിന് നൽകുന്നതോ അതും BJP ഭരിക്കുന്നതാണ്. 63% വിഹിതം കൊടുക്കുകയാണ്. കേവലം 37% മാത്രം അവർക്ക് സ്വന്തം നിലയിൽ കണ്ടെത്തിയാൽ മതി. ബാക്കി കേന്ദ്ര സർക്കാർ കൊടുക്കുമെന്നതാണ് ആ കണക്ക്. ഒഡീഷയ്ക്ക് 46, ഉത്തരാഖണ്ഡിന് 55, ഛത്തീസ്ഗഡിന് 46. കേരളത്തിന് നൽകുന്നത് ഒരിക്കൽ കൂടി പറയാം, വെറും 26% മാത്രം. 74% തുകയും കേരളം സ്വന്തം നിലയ്ക്ക് കണ്ടെത്തുന്നു. അതായത് കേന്ദ്രത്തിന്റെ ഈ സാമ്പത്തിക ഉപരോധങ്ങളെല്ലാം ഉണ്ടായിട്ടും കേരളം എങ്ങനെ സ്വന്തം നിലയ്ക്ക് നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ കണക്ക്. ഇനി നമുക്ക് നൽകാനുള്ള വിവിധ തുകകൾ നമുക്ക് പരിശോധിക്കാം. നെല്ല് സംഭരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. ഇവിടെ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തകൾ കൊടുക്കാറുണ്ടല്ലോ, നെല്ല് സംഭരണത്തിന് തുക കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കേന്ദ്രം നമുക്ക് നൽകാനുള്ളത് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? 1,206 കോടി രൂപയാണ് നെല്ല് സംഭരണത്തിൽ മാത്രം കേന്ദ്രം നമുക്ക് നൽകാനുള്ളത്. ഏതെങ്കിലും ഒരു മാധ്യമം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ കേന്ദ്രം നമുക്ക് ഇത്രയും വലിയ തുക നൽകാനുണ്ടെന്ന്? രാജ്യത്ത് നെല്ലിന് ഏറ്റവും കൂടുതൽ തറവില നൽകുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. കേന്ദ്രം നൽകുന്ന പണത്തിന് പുറമെ 8 രൂപ നമ്മൾ അഡീഷണൽ ആയിട്ട് കയ്യിൽ നിട്ട് കൊടുക്കുകയാണ് നമ്മുടെ നാട്ടിലെ നെൽകർഷകർക്ക്. അങ്ങനെ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിനെ കരിവാരി തേക്കാനല്ലാതെ ഈ മാധ്യമങ്ങൾ ഒരു വാക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ ഈ സത്യാവസ്ഥയെക്കുറിച്ച്? ഇനിയുണ്ട് കുടിശ്ശികകൾ ഒരുപാട്. ഈ അടുത്തത് SSK ഫണ്ട്, അതാണല്ലോ ഇപ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. എത്രയാണ് നമുക്ക് നൽകാനുള്ളതെന്ന് അറിയാമോ? 1,148.13 കോടി രൂപ. ആകെ കുടിശ്ശിക
1148.13 കോടി രൂപ. അതെങ്ങനെയാണെന്ന് അറിയാമോ? അത് 3 തവണത്തെയാണ് കിട്ടാനുള്ളത്, 3 സാമ്പത്തിക വർഷത്തെ. 2023-24 188.58 കോടി, 2024-25 514.14 കോടി, 2025-26 456.1 കോടി. അതായത് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ നമുക്ക് കേന്ദ്രം നൽകാനുള്ളത് SSKയുമായി ബന്ധപ്പെട്ട് 456 കോടിയാണ്. കുറെ പ്രതിഷേധമൊക്കെ നമ്മൾ നടത്തിയപ്പോൾ ഇപ്പോൾ കുറച്ച് പൈസ അനുവദിച്ചു. എത്രയാണെന്ന് അറിയാമോ അനുവദിച്ചത്? ഈ 1148 കോടി നമുക്ക് തരാൻ ബാക്കി നിൽക്കുമ്പോൾ കേന്ദ്രം അനുവദിച്ചത് 109 കോടി രൂപ മാത്രമാണ്. അതിൽ നമുക്ക് ലഭിച്ചത് 92.41 കോടി രൂപ. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇപ്പോൾ ഈ VBG റാംജി എന്ന് പറയുന്ന പുതിയ ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത് കൊണ്ടുവരുമ്പോൾ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടമെന്ന് പറയുന്നത് 10,000 കോടിയാകും. കേന്ദ്രം മാറ്റിവെച്ചിരിക്കുന്ന എത്രയാണെന്ന് അറിയാമോ? 2020-21 ബജറ്റിൽ അത് 1.10 ലക്ഷം കോടിയായിരുന്നു. ഏത് 2020-21 ബജറ്റിൽ കേന്ദ്രം മാറ്റിവെച്ചത് 1.10 ലക്ഷം കോടി. പക്ഷേ കഴിഞ്ഞ ബജറ്റിലേക്ക് വരുമ്പോൾ അത് 85,000 കോടിയിലേക്ക് കുറഞ്ഞിരിക്കുന്നു. വെട്ടിക്കുറച്ചത് 25,000 കോടിയിലധികം രൂപ. സാധാരണക്കാരായ മനുഷ്യരോട്, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന നാട്ടിലെ മനുഷ്യരോട് കേന്ദ്രത്തിനുള്ള സമീപനം എന്താണെന്ന് ആ വെട്ടിക്കുറക്കലിൽ വ്യക്തമല്ലേ? അതിനപ്പുറം ഞാൻ പറയണ കാര്യമുണ്ടോ? ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, വയനാട് ദുരന്തം. നമ്മൾ ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന്. മണ്ണിനടിയിൽ പൊലിഞ്ഞുപോയ മനുഷ്യരുണ്ടല്ലോ, അവരെ പോലും വഞ്ചിച്ചിരിക്കുന്നു, അവരോട് പോലും ക്രൂരത കാണിച്ചിരിക്കുന്നു ഈ കേന്ദ്ര സർക്കാർ എന്ന് പറയേണ്ടി വരും. കേരളം ആവശ്യപ്പെട്ടത് 2221.10 കോടി രൂപയാണ്. എത്രയാണ് അനുവദിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? 260.56 കോടി രൂപ മാത്രം. നോക്കൂ, 2200 കോടി നമ്മൾ ആവശ്യപ്പെട്ടിട്ട് നമുക്ക് നൽകിയത് 260 കോടി രൂപ. ഒരു കാര്യം ഓർക്കൂ, ഈ 260 കോടി രൂപ മാത്രം അനുവദിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ടൗൺഷിപ്പിലെത്തി BJPയുടെ വയനാട് ജില്ലാ അധ്യക്ഷൻ പറഞ്ഞത്, ഇത് കേന്ദ്ര സർക്കാർ നൽകിയ പണം കൊണ്ട് പണിയുന്ന ടൗൺഷിപ്പാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, അങ്ങനെ ഒരു വാചകം പറയണമെങ്കിൽ എത്രമാത്രം തൊലിക്കെട്ടി ഉണ്ടായിരിക്കണം ആ പാർട്ടിക്കെന്ന് ഓർത്തു നോക്കൂ. 260 കോടി രൂപയാണ് നമുക്ക് ആകെ അനുവദിച്ചിരിക്കുന്നത്. നമ്മൾ ടൗൺഷിപ്പ് പണിയുന്നു, 410 വീടുകൾ അവിടെ പണിയുകയാണ്. 8 സെന്റ് സ്ഥലം കൊടുക്കുന്നത് മനുഷ്യർക്ക്. 20 ലക്ഷം മതിപ്പ് വിലയുള്ള വീടാണ് പണിയുന്നത്. എത്ര തുക വേണം ആ വീട് പണിയുന്നതിന്? വീട് മാത്രമാണോ പണിയുന്നത്? ആ ടൗൺഷിപ്പിൽ ഇല്ലാത്ത സൗകര്യങ്ങളൊന്നുമില്ല, എത്രയോ തവണ പറഞ്ഞതാണ്. എന്നിട്ട് നമുക്ക് ആകെ നൽകിയിരിക്കുന്നത് 260 കോടിയാണ്. എന്നിട്ട് പറയുകയാണ് പ്രധാനമന്ത്രിയെ കണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം, ഇത് കേന്ദ്രത്തിന്റെ പണം കൊണ്ട് പണിയുന്ന വീടാണെന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് സത്യമെന്ന് പറയുന്നത്. ഇനിയുണ്ട് ക്ഷേമ പെൻഷൻ. എത്രയാണ്? 343 കോടി രൂപ കുടിശ്ശികയാണ്. നമ്മൾ 2000 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതിൽ തുച്ഛമായ ഒരു 5-6 ലക്ഷം ആളുകൾക്ക് കേന്ദ്രത്തിന്റെ ഒരു ചെറിയ സഹായം 200 രൂപയോ മറ്റോ ലഭിക്കുന്നുണ്ട്. അത് തന്നെ 343 കോടി രൂപ കുടിശ്ശികയാണ്. ആ കുടിശ്ശികയും സംസ്ഥാനമെടുത്ത് ഈ നാട്ടിലെ മനുഷ്യർക്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും മാധ്യമങ്ങൾ നിങ്ങളോട് ഈ കണക്കുകൾ പറഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇനിയുമുണ്ട് കേട്ടോ. നെല്ല് സംരക്ഷണം നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ജലജീവൻ മിഷൻ കുടിശ്ശിക എത്രയാണ്? 974.68 കോടി രൂപ. UGC ആനുകൂല്യങ്ങൾ എത്രയാണെന്നറിയാമോ കുടിശ്ശിക? 750.93 കോടി രൂപ. ST പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് കുടിശ്ശിക എത്രയാണെന്നറിയാമോ? 25 കോടി രൂപ. ഫിഷറീസ് വികസനം 161 കോടി. ഭക്ഷ്യസുരക്ഷ 54 കോടി. നാഷണൽ ഹെൽത്ത് മിഷൻ കുടിശ്ശിക 636.88 കോടി. ഈ കുടിശ്ശികയൊക്കെ എന്തിനാണ് വരുത്തുന്നറിയാമോ? പ്രധാനമന്ത്രിയുടെ പേര് വച്ചില്ല, കേന്ദ്ര സർക്കാരിന്റെ ബ്രാൻഡിംഗ് വച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് നൽകേണ്ട തുക ഇവർ വെട്ടിക്കുറച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഓർത്തു നോക്കൂ, ഇപ്പോൾ നമ്മൾ ലൈഫ് വീട് പണിഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ വീടിന്റെ എവിടെയെങ്കിലും മുമ്പിൽ സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും ഒരു അടയാളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല എന്നതാണ് വസ്തുത. കാരണം ആ വീടെന്ന് പറയുന്നത് ആ മനുഷ്യന്റെ അവകാശമാണ് എന്ന് കരുതുന്ന ഒരു ഭരണ സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ കേന്ദ്രം ഭരിക്കുന്നവർ ചിന്തിക്കുന്നത്, ഒരു വീട് പണിത് കൊടുത്താൽ അതിൽ അവരുടെ പേരും പടവും വരണം. ആ പേര് അതുകൊണ്ട് അവർ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഇതൊക്കെ ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഔദാര്യമാണ് എന്ന് നിങ്ങൾ കരുതിക്കോളൂ എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ മനോഭാവം എന്നാണ്. ഇനിയുണ്ട് പ്രധാനമന്ത്രി മറുപടി പറയേണ്ട കുറെ ചോദ്യങ്ങൾ. ഏതായാലും ഇന്ന് പ്രധാനമന്ത്രി നാട്ടിലേക്ക് എത്തുകയാണല്ലോ, കേരളത്തിലേക്ക് വരികയാണല്ലോ, മറുപടി ഇനിയും പറയേണ്ടതുണ്ട്. ഈ ഗ്രാന്റുകളും ഫണ്ടുകളും നിർത്തലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? മറുപടിയുണ്ടോ പ്രധാനമന്ത്രി? ചോദ്യം വരികയാണ്. ഈ ഗ്രാന്റുകളും ഫണ്ടുകളും നിർത്തലാക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? വയനാടിന് വേണ്ടി 1 രൂപയെങ്കിലും നൽകിയോ? പ്രധാനമന്ത്രിക്ക് മറുപടിയുണ്ടോ? പ്രളയം, ഓഖി പുനരധിവാസത്തിന് എന്ത് നൽകി? മറുപടിയുണ്ടോ കേന്ദ്ര സർക്കാരിന്? മറുപടിയുണ്ടോ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്? ഇനിയുണ്ട് കേട്ടോ. റബ്ബറിന് മികച്ച വിലയുറപ്പിക്കാൻ നിങ്ങൾ എന്തു ചെയ്തു? റബ്ബറിന് 400 രൂപയാക്കിയാൽ MP മാരെയും MLA മാരെയും നൽകാമെന്ന് പറഞ്ഞ പിതാക്കന്മാരുള്ള നാടുകൂടിയാണ്.
ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നതെന്ന്. ഇവിടെ ഉണ്ടായിരുന്ന റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കത്തിലാണെന്നേ അവർ. അതാണ് റബ്ബറിന് വേണ്ടി അവർ ചെയ്തിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. സ്കൂളുകളിലെ ഉച്ചഭക്ഷണം കേന്ദ്രവിഹിതം സമയത്ത് തരാത്തത് എന്തുകൊണ്ട്? രാജ്യത്ത് ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ വേതനം കൊടുക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഏറ്റവും മികവുറ്റ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പല സ്കൂളുകളിലും ഉച്ചഭക്ഷണത്തിന് പുറമെ രാവിലെയും ഭക്ഷണം നൽകുന്നുണ്ട്. ഈ കഞ്ഞിയും പയറുമൊക്കെ പഴം കഥയാണ്. ഇന്ന് കൊടുക്കുന്നത് ഏറ്റവും മികവുറ്റ ഫുഡ് മെനു ആണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുണ്ട് കേട്ടോ, കാർഷിക വിളകൾക്ക് ന്യായവില ഉറപ്പിക്കാൻ എന്തു ചെയ്തു? കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രി 2014 അധികാരം ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത്. ഇരട്ടിയായോ? ഇരട്ടിയായില്ല എന്ന് മാത്രമല്ല, കർഷകർ തെരുവിലാണ് ഇന്നും. ഈ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പലർക്കും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. രക്തസാക്ഷികളായി മാറി നമ്മളെ അന്നമൂട്ടുന്ന മനുഷ്യർ. മറുപടിയുണ്ടോ പ്രധാനമന്ത്രിക്ക്? പ്രളയകാലത്ത് നമുക്ക് നൽകിയ അരിയുടെ പണം ഇവർ തിരികെ മേടിച്ചു. മറുപടിയുണ്ടോ പ്രധാനമന്ത്രിക്ക്? മറുപടിയുണ്ടോ BJPക്ക്? ലോകത്ത് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ സ്വന്തം നാട്ടിലെ മനുഷ്യർക്ക് അരി നൽകിയതിന്റെ പണം ചോദിക്കുക എന്ന് പറയുന്നത്? ദുരിതാശ്വാസ പ്രവർത്തനത്തിന് നേവിയുടെ ഹെലികോപ്റ്റർ വന്നു. നമ്മൾ വലിയ സന്തോഷിച്ചു. ഇതാ വെള്ളപ്പൊക്കത്തിൽ നിന്ന് കരകയറ്റാൻ ഹെലികോപ്റ്റർ വന്നല്ലോ എന്ന് കരുതി എല്ലാവരെയും ഒക്കെ രക്ഷിച്ച് കടന്നുപോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ബില്ലിംഗ് വന്നു, ഞങ്ങൾ ഹെലികോപ്റ്റർ അയച്ചതിന് നിങ്ങൾ പണം നൽകണമെന്ന്. സ്വന്തം നാട്ടിലെ മനുഷ്യരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ഹെലികോപ്റ്റർ അയച്ചതിന്, ഈ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ അയച്ചതിന് പണം ചോദിക്കുന്ന കേന്ദ്ര ഭരണകൂടം, അത് ഈ നാട്ടിലെ സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തോട്. ഓർത്തു നോക്കൂ എവിടെ എത്തി നിൽക്കുന്നു എന്ന്. ഇനി കിഫ്ബിയെ തകർത്ത് കേരളത്തിലെ വികസനം അട്ടിമറിക്കുന്നത് എന്തിന്? കാരണം അവർക്കറിയാം നേരായ രീതിയിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ല എന്നറിയാം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കേരളത്തിന്റെ സാമ്പത്തികമായ സ്രോതസ്സുകളെ മുറിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വികസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായ കിഫ്ബിയെ അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അതിനെതിരെ പല തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിഫ്ബി എടുക്കുന്ന വായ്പ നമ്മുടെ കടമെടുപ്പ് പരിധിയുടെ അതിലേക്ക് കൊണ്ടുവന്ന് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം, കേരളത്തിന്റെ കടമെടുപ്പ് പരിധി നിങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് എന്തിനാണ്? ധന ഉത്തരവാദിത്വ നിയമം പാസാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. നമ്മുടെ ആഭ്യന്തര വരുമാനത്തിന്റെ 3.5% നമുക്ക് വായ്പയെടുക്കാം. അതിനനുവദിക്കുന്നില്ല. തരുന്നത് 3%. ആ 3% നിന്ന് പിന്നെയും വെട്ടിക്കുറയ്ക്കും. നിങ്ങളൊരു കാര്യം ഓർക്കുക, ഇന്ന് 2016 പിണറായി വിജയൻ സർക്കാർ അധികാരമേൽക്കുമ്പോൾ കേരളത്തിന്റെ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് 1,66,000 മറ്റുമായിരുന്നു. ഇന്ന് ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് 3 ലക്ഷത്തിന് മുകളിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആഭ്യന്തര വരുമാനം എന്ന് പറയുന്നത്, നമ്മുടെ GSDP എന്ന് പറയുന്നത്, അത് 15 ലക്ഷം കോടിയോളം രൂപയിൽ എത്തി നിൽക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നീതി ആയോഗിന്റെയും ഒക്കെ എല്ലാ കണക്കുകളിലും കേരളം മുന്നിലാണ്. എന്നിട്ട് കേന്ദ്രമന്ത്രി പറഞ്ഞൊരു ന്യായീകരണമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഓർമ്മയില്ല ജോർജ് കുര്യൻ പറഞ്ഞത്, കേരളം പിന്നോക്കമാണെന്ന് തെളിയിച്ചാൽ ഞങ്ങൾ പണം നൽകാമെന്ന്. അപ്പോൾ കേരളം നേടിയ പുരോഗതിയാണ് അവരെ അസ്വസ്ഥതപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നൽകേണ്ടി വരുന്ന എല്ലാ വിഹിതങ്ങളും, അർഹതപ്പെട്ട എല്ലാ തുകയും അവർ ഇങ്ങനെ വെട്ടിപ്പിടിച്ചു വെക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ന് വരുമ്പോൾ ഈ നാട്ടിലെ BJP നേതൃത്വത്തോട് ഈ ചോദ്യം ചോദിക്കാൻ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മടിക്കുന്നു? അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ. ഇതാണ് പ്രധാനമന്ത്രി എത്തുമ്പോൾ ഇന്ന് കേരളം അവരോട് ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്.